ഇന്ന് ഞാൻ ന്യൂക്ലിയർ കെമിസ്ട്രിയിലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ഫ്രം ഫോളോയിങ് ദ പ്രൊഡക്റ്റ് ഓഫ് കെ ഇലക്ട്രോൺ ക്യാപ്ചർ ബൈ ദ ന്യൂക്ലിയസ്. അപ്പൊ അത് ഡിസംബർ 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ന്യൂട്രോൺ, ന്യൂട്രിനോ, പോസിട്രോൺ. അപ്പൊ ഇതിൽ എ ഓൺലി, എ ആൻഡ് ബി, സി ഓൺലി, ബി ആൻഡ് സി, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പം ഓൾറെഡി നമുക്കറിയാം കെ ഇലക്ട്രോൺ ക്യാപ്ചർ എന്ന് പറയണമെങ്കിൽ അവിടെ എന്തായാലും ഒരു ന്യൂട്രോൺ ഫോം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ന്യൂട്രിനോ എമിഷൻ ഓർ എക്സ്റേസ് എമിഷൻ എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് എ ആൻഡ് ബി എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ന്യൂക്ലിയർ റിയാക്ഷൻ. ഇവിടെ എക്സ് പ്ലസ് ബീറ്റ പ്ലസ് ആൽഫ ഗീവ്സ് വൈ പ്ലസ് ഗാമ പ്ലസ് ടു ബീറ്റ പ്ലസ്. ഇതിൽ നമുക്ക് വൈ എന്താണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നുണ്ട്. അതായത് നിങ്ങളും ചെയ്യാനായിട്ടൊന്ന് ട്രൈ ചെയ്യുക. അതായത് എക്സ് 23492 പ്ലസ് ബീറ്റ എന്ന് പറയണത് എന്താ? E0 - 1 പ്ലസ് ആൽഫ ഹീലിയം 42 ഗീവ്സ് വൈ പ്ലസ് ഗാമ 00 പ്ലസ് 2 ബീറ്റ പ്ലസ്. ഞാൻ അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ടു ബീറ്റ പ്ലസ് എന്നുള്ളത് E01 പ്ലസ് E01. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ എടുക്കുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസിന്റെ എണ്ണം കൺസേർവ്ഡ് ആയിരിക്കും. അതായത് മാസ് നമ്പറും ആറ്റമിക് നമ്പറും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമ്മൾ അതൊന്ന് നോക്കിയാൽ മതി. സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ കേസിൽ 234 + 4 ആണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. അതായത് 238 ആണ് ഇവിടുത്തെ മാസ് നമ്പർ വരുന്നത്. അപ്പൊ ഇവിടെ മാസ് നമ്പർ ഈ മൂന്ന് പാർട്ടിക്കിൾസിനും 0 ആയതുകൊണ്ട് തന്നെ വൈക്ക് എന്തായിരിക്കും മാസ് നമ്പർ വരിക? 238 ആയിരിക്കും. പക്ഷേ ആറ്റോമിക് നമ്പർ നമ്മൾ ഈ മൂന്നെണ്ണത്തിന് സം ചെയ്യണ സമയത്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും 92 - 1 + 2, ദാറ്റ് ഈസ് 93. അപ്പം 93 തന്നെ ഇപ്പുറത്തെ സൈഡിലും വരണം, അതായത് റൈറ്റ് ഹാൻഡ് സൈഡിലും വരണം. അപ്പൊ ഇവിടെ ഓൾറെഡി ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 ആണെന്ന് കാണുന്നുണ്ട്. ഇവിടെയും ഇലക്ട്രോണിന് 1 ആണ്, അതായത് ബീറ്റ പാർട്ടിക്കിളിന് പോസിട്രോണിന് 1 ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്തായിരിക്കും? 1 + 1 2 വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 91 വന്നാലാണ് ടോട്ടൽ 93 കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്താണ് ആൻസർ വന്നത്? വൈ 238 91. ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പം ഈസിയാണ് ക്വസ്റ്റ്യൻസ്, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി. ദ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഡി കെ സീരീസ് ആണ് തന്നിരിക്കുന്നത് തോറിയത്തിന്റെ. ഈ ഇതിൽ എന്താണ് പറയണത്? ഫോർ ദ ഫോളോയിങ് ന്യൂക്ലിയർ ഡി കെ സീരീസ് സെഗ്മെന്റ് ദ ഓവറോൾ ഇമിറ്റഡ് പാർട്ടിക്കിൾസ് ആർ. അപ്പൊ ഏതൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്തൊക്കെ ഇമിഷൻസ് അവിടെ നടക്കുന്നുണ്ടെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് മാസ് നമ്പറിലും ആറ്റമിക് നമ്പറിലും എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ടെന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ 234 എന്നുള്ളത് 230 ആയിട്ടാണ് മാറിയേക്കുന്നത്. അപ്പൊ മാസ് നമ്പർ 230 ആയിട്ട് കുറഞ്ഞു. പക്ഷേ ആറ്റോമിക് നമ്പറിൽ ഒരു ചേഞ്ചസും വന്നിട്ടില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി മാസ് നമ്പർ ചേഞ്ച് ചെയ്യുന്ന ആകെ ഒരു എമിഷനേ ഉള്ളൂ, അത് ആൽഫ എമിഷൻ ആണ്. അപ്പം മാസ് നമ്പർ ചേഞ്ച് ചെയ്തു, 234 90. അപ്പൊ ആൽഫ എമിഷൻ എന്ന് പറയുന്നത് നടന്നു. അപ്പൊ എന്തായി? തോറിയം 230 ആയി. 90 എന്നുള്ളത് എന്തായിരുന്നു? ആൽഫ എമിഷനിൽ മാസ് നമ്പർ 4 കുറയും, ആറ്റോമിക് നമ്പർ 2 കുറയും. അപ്പൊ 88 ആയി. ഇനി നമുക്ക് എന്തായിരുന്നു വേണ്ടത്? ഇനി നമുക്ക് ആറ്റോമിക് നമ്പർ കൂടണം. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഈ റിസൾട്ടന്റ് ആയിട്ടുള്ള 90 കിട്ടുള്ളൂ. ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്, ആറ്റോമിക് നമ്പർ കൂടുന്ന ആകെ ഒരു പ്രോസസ്സേ ഉള്ളൂ, അത് ബീറ്റ എമിഷൻ ആണ്. അത് നമുക്കറിയാലോ. അപ്പോൾ ഒരു ബീറ്റ എമിഷൻ ചെയ്ത് നോക്കി. ഒരു ബീറ്റ എമിഷൻ ചെയ്യുമ്പോൾ 230 എന്തായി? 89 ആയി ഒരു ബീറ്റ എമിഷൻ ചെയ്തപ്പോൾ. പക്ഷെ അത് പോരല്ലോ, നമുക്ക് 90 ആണ് ആറ്റോമിക് നമ്പർ വേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു തവണയും കൂടി ഒരു ബീറ്റ എമിഷനും കൂടി ചെയ്തു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? തോറിയം 230 90 കിട്ടി. അപ്പൊ എന്താണ്? നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടിയില്ലേ? 234 നിന്ന് 230 ആയി, 90 ആറ്റമിക് നമ്പറിൽ ചേഞ്ചസും ഇല്ല. അപ്പൊ ഇവിടെ എന്തൊക്കെ പ്രോസസ്സുകൾ നടന്നു? ഒരു ആൽഫ എമിഷൻ നടന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 2 ബീറ്റ എമിഷൻ നടന്നപ്പോഴാണ് എനിക്ക് എന്ത് ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടിയത്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക? 2 ബീറ്റ 1 ആൽഫ. ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഇതൊക്കെ നിങ്ങൾ ചെയ്യാൻ ട്രൈ ചെയ്യുക. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇത് ഡിസംബർ 2024 ചോദിച്ചതാണ്. എല്ലാം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഞാനിപ്പോൾ ഈ ഒരു പോർഷൻസിൽ നിന്ന് മാത്രമാണ് റെഫർ ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇതിൽ നമ്മൾക്ക് എന്താ? കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻസ്. ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ PQRS നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇതിൽ പി എന്ന് പറയുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കണം, അതുപോലെ ക്യൂ കണ്ടുപിടിക്കണം, പിന്നെ ആറ് കണ്ടുപിടിക്കണം, പിന്നെ എസ് കണ്ടുപിടിക്കണം. അപ്പൊ ഇതിൽ പി എന്താണെന്നുള്ളത് നോക്കാം. നമുക്ക് ഇവിടെ പൊളോണിയത്തിൽ നിന്ന് ലെഡായി മാറാണ് ചെയ്യുന്നത്. ഇവിടെ മാസ് നമ്പറിൽ എന്ത് ചേഞ്ച് ആ വന്നേ? 4 കുറവ് കണ്ടു. 210 നിന്ന് 206 ആയി.
അതുപോലെ ആറ്റോമിക് നമ്പർ 84-ൽ നിന്ന് 82 ആയി മാറി. ഇപ്പൊ രണ്ടാണ് ചേഞ്ച് വന്നേക്കുന്നത്. ഇപ്പം 4ഉം 2ഉം ചേഞ്ച് വരുമ്പോൾ തന്നെ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് അത് എന്ത് എമിഷൻ ആയിരിക്കും, ഹീലിയം ന്യൂക്ലൈഡ് എമിഷൻ ആയിരിക്കും, ഹീലിയം 42. നെക്സ്റ്റ് ടെലൂറിയത്തിന്റെ ഒരു എമിഷനാണ് കാണിക്കുന്നത്. പക്ഷെ ടെലൂറിയത്തിന് ചേഞ്ചസ് ഒന്നുമില്ല, പക്ഷെ റേഡിയോ ആക്റ്റീവ് നേച്ചർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആറ്റോമിക് നമ്പറിലോ മാസ് നമ്പറിലോ ഒരു ചേഞ്ചസും വന്നിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? അതെന്ത് എമിഷൻ ആയിരിക്കും? ഗാമ എമിഷൻ ആയിരിക്കും. കാരണം ആറ്റോമിക് നമ്പറിലും മാസ് നമ്പറിലും ചേഞ്ചസ് ഇല്ലെങ്കിൽ അതൊരു ഗാമ എമിഷൻ ആയിരിക്കും. ദെൻ സി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ C14 6 C14 7 പ്ലസ് 6 ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് മാസ് നമ്പറിൽ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല, പക്ഷെ ആറ്റോമിക് നമ്പറിൽ ഒരു +1 ഇൻക്രീസ് ആയിട്ടുണ്ട്. +1 ഇൻക്രീസ് വരുന്നുണ്ടെങ്കിൽ തന്നെ എന്തായിരിക്കും? അതൊരു ബീറ്റ എമിഷൻ ആയിരിക്കും. ബീറ്റ എമിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ E0 - 1. ഈ 3 ഓപ്ഷൻസും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ തന്നെ നമുക്ക് വേണമെങ്കിൽ ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ഡി കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടുത്തെ ഡി എന്ന് പറയുന്ന ഓപ്ഷനിൽ മഗ്നീഷ്യം സോഡിയം ആയിട്ട് മാറുക ചെയ്യുന്നത്. മാസ് നമ്പറിൽ നോ ചേഞ്ച്, ബട്ട് ആറ്റോമിക് നമ്പർ വിച്ച് ഇസ് റെഡ്യൂസ്ഡ് ബൈ 1 യൂണിറ്റ്. ഇപ്പം 1 യൂണിറ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ തന്നെ എന്തായിരിക്കും? അതൊരു പോസിട്രോൺ എമിഷൻ ആയിരിക്കും. പോസിട്രോൺ എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E01 പോസിട്രോൺ. അപ്പൊ ഇതിൽ ഏതായിരിക്കും ഓപ്ഷൻ വരുന്നുണ്ടാവുക? പി ഹീലിയം വരണം. അതുപോലെ തന്നെ ബിയില് ക്യൂ എന്ന് പറയുന്നത് ഗാമ ആയിരിക്കും. ആർ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആയിരിക്കും, ബീറ്റ പാർട്ടിക്കിൾ ആയിരിക്കും. എസ് എന്ന് പറയുന്നത് പോസിട്രോൺ ആയിരിക്കും. അപ്പൊ ഏതായിരിക്കും ഓപ്ഷൻ വരാം? ഫസ്റ്റ് ഓപ്ഷൻ. Then the next question എന്ന് പറയുന്നത് a radioactive element X emits 2 alpha and 1 gamma particles to yield element Y of mass number 82. X also emits 1 alpha 1 beta particle to yield element Z with an atomic number 44. ഇവിടെ ജൂൺ 2025 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഈസിയാണ് ക്വസ്റ്റ്യൻ. നമ്മളൊന്ന് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പൊ ഇതിൽ എക്സും കണ്ടുപിടിക്കണം, സെഡിന്റെ മാസ് നമ്പർ കണ്ടുപിടിക്കണം, വൈയുടെ ആറ്റോമിക് നമ്പറും കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ആദ്യം തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രം ഇത് മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ Z44 പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീലിയം 42, ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E0 1 ഗീവ്സ് എക്സ് അല്ലേ? ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മാസ് നമ്പറും ആറ്റോമിക് നമ്പറും റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് മാസ് നമ്പേഴ്സ് ഇതിന്റെ മാത്രം മാസ് നമ്പർ അറിയില്ല, പക്ഷെ എല്ലാത്തിനും ആറ്റോമിക് നമ്പർ അറിയാം. അപ്പൊ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 46 - 1 45 എന്ന് കിട്ടി. അപ്പൊ 45 തന്നെയായിരിക്കണം എക്സിന്റെയും ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ എക്സിന്റെ ആറ്റോമിക് നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മാസ് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു സൈഡ് സോൾവ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് മാസ് നമ്പർ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ആ ഒരു സൈഡ് സോൾവ് ചെയ്ത് നോക്കാം. Y82 പ്ലസ് 2 ആൽഫ. അപ്പൊ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പ്ലസ് ഹീലിയം 42 പ്ലസ് ഗാമ 00 എന്തായിരുന്നു? എക്സ്. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടുത്തെ കേസിൽ നമുക്കപ്പം ആറ്റോമിക് നമ്പർ 45 ആണ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ മാസ് നമ്പർ അറിയില്ല. അപ്പൊ ഇവിടെ എല്ലാത്തിനും മാസ് നമ്പർ വിസിബിൾ ആണ്. അപ്പൊ ഇതിന്റെ മാസ് നമ്പർ തന്നെ ആയിരിക്കുമല്ലോ ഇപ്പുറത്തെ സൈഡിലും വേണ്ടത്. ഇതിന്റെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മാസ് നമ്പർ ആയിരിക്കും നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും വേണ്ടത്. അപ്പൊ 82 പ്ലസ് 4 എത്രയാ? 86. 86 പ്ലസ് 4 90. അപ്പൊ 90 എന്ന് പറയുന്നതായിരിക്കും ഇവിടുത്തെ മാസ് നമ്പർ വരുന്നുണ്ടാവുക. അപ്പൊ എക്സിന്റെ മാസ് നമ്പറും കിട്ടി, ആറ്റോമിക് നമ്പറും കിട്ടി. അപ്പൊ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സെഡിന്റെ ആറ്റോമിക് നമ്പറും വൈയുടെ സെഡിന്റെ മാസ് നമ്പറും വൈയുടെ ആറ്റോമിക് നമ്പറും കണ്ടുപിടിക്കണം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് വൈയുടെ ആറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാലോ. അതെങ്ങനെയാ? ഇവിടെ 45 ആണ് എക്സിന്റെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 0. അപ്പം ഇവിടെ 4 ഓൾറെഡി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 45 നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പുറത്തെ സൈഡിലും 45 വേണം. അപ്പൊ അങ്ങനെ ആണെങ്കിൽ എന്താണ് വേണ്ടത്? ഇവിടെ 41 വന്നാലല്ലേ ഇവിടെ ടോട്ടൽ 45 ആവുള്ളൂ. അപ്പോൾ 41 ആയിരിക്കും വൈയുടെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ വൈയുടെ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. വൈ എന്ന് പറയുന്നത് 82, Y41. നമുക്ക് സെഡിന്റെ ആണ് വേണ്ടത്. അപ്പൊ സെഡിന്റെ നമുക്ക് ഒന്നും കൂടി ഇക്വേഷനിൽ ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് 90 ആണ് കിട്ടിയിട്ടുണ്ട്. 90 ആണ് കിട്ടി. അപ്പോ 90 45. ഇപ്പൊ 90-ൽ ഇവിടെ നമുക്ക് 4 ഉണ്ട്, ഇവിടെ 0 ആണ്. അപ്പൊ എന്തായിരിക്കും വരാ? നമുക്ക് 4 ഞാൻ ഒന്നും കൂടി കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എഴുതാം. സെഡ് നമുക്ക് അറിയില്ല. 44 പ്ലസ് ഹീലിയം 42 പ്ലസ് E0 - 1 ഗീവ്സ് എക്സ് 90 45.
ഇങ്ങനെയല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതില് നമുക്ക് ഇനി ഇതാണ് അറിയേണ്ടത്. ഇപ്പൊ ഇവിടെ ഓൾറെഡി 90 ആണെന്നറിയാം, ഇത് 0 ആണ്, ഇവിടെ 4 ഉണ്ട്. ഇപ്പൊ 4 ഉണ്ട്, 4 + 86 ആണെങ്കിൽ മാത്രമല്ലേ ഇവിടെ 90 കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ 86 ആയിരിക്കും സെഡിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ സെഡ് എന്താണെന്നുള്ളതും കിട്ടി. സെഡ് 86, 44, എക്സ് 90, 45, വൈ 82, 41. അപ്പൊ ഏതായിരിക്കും ഓപ്ഷൻ വരുന്നുണ്ടാവാ? ഇതാണ് ബി ആണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഇക്വേഷൻസ് കിട്ടുകയാണെങ്കിൽ അതിനപ്പം തന്നെ എക്സ്പാൻഡ് ചെയ്യുക. അതായത് ഇതിന്റെ ഒറിജിനൽ എന്തായിരുന്നു എലമെന്റൽ ഫോമിൽ എഴുതി നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും. അതായത് ആറ്റോമിക് നമ്പറും മാസ് നമ്പറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആക്കാൻ നോക്കിയാൽ മതി. സിമ്പിൾ മാത്തമാറ്റിക്സ് മാത്രം ഇവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ എല്ലാത്തിനെയും ചാർജസ് ഏതൊക്കെയാന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കാം. അത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കി നോക്കാം. അപ്പൊ കിട്ടുന്നുണ്ടോ എന്നുള്ളത്, നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കി നോക്കാം.